ദൈവജനമേ, ആഗമനകാലത്തിൻ്റെ പൂർത്തീകരണമായ ഈ ക്രിസ്മസ് ദിനത്തിൽ ഉണ്ണിയേശുവിൻ്റെ ജനനത്തിലൂടെ ലോകത്തിന് ലഭിച്ച ക്രിസ്മസ് സന്തോഷം നാം പങ്കുവയ്ക്കുന്നു. നൂറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് രക്ഷകൻ പിറന്നിരിക്കുന്നു എന്ന മാലാഖയുടെ സദ്വാർത്തയാണ് ഈ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. ഈ സന്തോഷം കേവലം ലൗകികമായ ഒന്നല്ല, മറിച്ച് ദൈവപുത്രൻ നമ്മിൽ ഒരാളായി അവതരിച്ചതിലൂടെ മാനവരാശിക്കാകെ ലഭിച്ച ആത്മീയമായ ആനന്ദമാണ്. ബേത്ലഹേമിലെ എളിയ പുൽക്കൂട്ടിൽ കണ്ടുമുട്ടിയ ആ ദൈവിക സാന്നിധ്യം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകൾക്കും വേദനകൾക്കും നടുവിൽ പ്രത്യാശയുടെ തിരുനാളം പകരുന്നു. ഈ ക്രിസ്മസ് സന്തോഷം നമ്മുടെ ഉള്ളിൽ മാത്രം ഒതുക്കി വയ്ക്കാനുള്ളതല്ല സഹോദരങ്ങളെ, മറിച്ച് ഇടയന്മാർ സന്തോഷവാർത്ത മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ചതുപോലെ നാമും ക്രിസ്തുവിൻ്റെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. നമ്മുടെ ചുറ്റുമുള്ളവരുമായി, പ്രത്യേകിച്ച് ദുഃഖിതരും ഒറ്റപ്പെട്ടവരുമായി കഴിയുന്നവർ, ആ വ്യക്തികളിലേക്ക് ഈ സന്തോഷം പങ്കുവയ്ക്കുമ്പോഴാണ് ക്രിസ്മസിൻ്റെ യഥാർത്ഥമായ അർത്ഥം നമ്മുടെ ജീവിതത്തിൽ കൂടെ പ്രാവർത്തികമാകുന്നത്. സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായ ഈശോയെ നമ്മുടെ കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും ഈ നിമിഷം ആനയിക്കാം. പരസ്പരം ക്ഷമിച്ചും സ്നേഹിച്ചും കരുണ കാണിച്ചും നമുക്ക് ഈ ക്രിസ്മസ് സന്തോഷം നിലനിർത്താം. ഈ തിരുനാൾ ദിനത്തിൽ ക്രിസ്തുവിൻ്റെ ജനനം നമ്മുടെ ഹൃദയങ്ങളിൽ യഥാർത്ഥമായ സമാധാനവും സന്തോഷവും നിറയ്ക്കട്ടെ. ഈ സന്തോഷം എന്നും നിലനിൽക്കട്ടെ. ക്രിസ്മസ് ആശംസകൾ.